പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സംഭവിച്ചാലും വിവാഹം നടക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂര്യ. ഇതേ തുടർന്ന് ബോധം കളയുന്നതിന് വേണ്ടിയുള്ള മരുന്ന് പ്രയോഗിക്കുകയും ചെയ്യുന്നു പഴത്തിൽ. ഇതൊന്നും അറിയാതെ അതെടുത്ത് കഴിക്കുകയാണ് അഞ്ജലി. ഇതേ തുടർന്ന് അഞ്ജലിക്ക് ആകെ തലകറക്കം ഉണ്ടാവുകയാണ്. മണ്ഡപത്തിൽ വെച്ച് ഏറ്റവും നല്ല മുഹൂർത്തമാണ് വന്നിരിക്കുന്നത്. ഈ മുഹൂർത്തം കടന്നു പോവുകയാണ് എങ്കിൽ അത് വലിയൊരു തിരിച്ചടി തന്നെ ആകും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ നമ്പൂതിരി. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കി ആവുകയാണ്. എങ്ങനെയെങ്കിലും താലി തന്റെ കഴുത്തിൽ കെട്ടിയേ മതിയാകൂ എന്നും അതിനുവേണ്ടി ഈ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ താൻ തയ്യാറാണ് എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഞ്ജലി. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു. അവിടെ വെച്ച് തല കറങ്ങുന്നുവെങ്കിലും അഞ്ജലി ഒരു വിധത്തിൽ അത് മാനേജ് ചെയ്ത് പിടിച്ചു നിൽക്കുകയാണ്. ഇത് കാണുന്ന സൂര്യയാകട്ടെ അധികം വൈകാതെ തന്നെ അവൾ താഴത്ത് വീഴുമെന്ന് ഉറപ്പിക്കുകയും പിന്നെ ഈ താലികെട്ട് ചടങ്ങ് നടക്കുകയില്ല എന്ന് കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുകയാണ്. മനുവാകട്ടെ അഞ്ജലിയുടെ അവസ്ഥ കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പോലും മനസ്സിലാകാതെയാണ് മനു അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതേ തുടർന്നാണ് അവിടേക്ക് മനുവിൻ്റെ റിലേറ്റീവായ പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സൂര്യ. പഴയ കാര്യങ്ങളെല്ലാം അയാൾ ഇവിടെ വിളിച്ചു പറയുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ വെച്ച് തല കറങ്ങി വീഴുന്നതിനായി അഞ്ജലി പോകുന്നത്. ഇതോടെ അഞ്ജലിയെ സഹായിക്കുന്നതിനായി അവിടേക്ക് കടന്ന് വരികയാണ് വീട്ടിലുള്ള എല്ലാവരും. ഒരു വിധത്തിൽ ഇതേ തുടർന്ന് അഞ്ജലി പിടിച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും തോറ്റുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനവും അഞ്ജലി എടുത്തിരിക്കുകയാണ്. എനിക്ക് വിജയിച്ചേ മതിയാകൂ എൻ്റെ മനുവിന് വേണ്ടി. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അഞ്ജലി. ഇതോടെ സൂര്യ ആകെ ഭയപ്പെട്ടു പോകുന്നു. തൻ്റെ പദ്ധതികൾ പാളിപ്പോകുമോ എന്ന് ആലോചിക്കുന്ന സൂര്യ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തിരിച്ചടി നൽകിക്കൊണ്ടാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. മനു ഒടുവിൽ ഒരു വിധത്തിൽ താലി കെട്ടിയിരിക്കുകയാണ് അഞ്ജലിയുടെ കഴുത്തിൽ. ഇതോടെ ഞാൻ ഒടുവിൽ വീണ്ടും മനുവിൻ്റെ ഭാര്യയായിരിക്കുന്നു എന്നുള്ള സന്തോഷം ഉണ്ടായിരിക്കുകയാണ് അഞ്ജലിയുടെ മനസ്സിൽ. ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ച വിവാഹം നടന്നു. അതുകൊണ്ട് തന്നെ ഇനി മറ്റാരും എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഞ്ജലി ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം സൂര്യയാകട്ടെ അപ്രതീക്ഷിതമായ ഈ ചതിയിൽ തകർന്നു പോകുന്നുവെങ്കിലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലും അവളെ ഞാൻ തന്നെ സ്വന്തമാക്കുമെന്നും അവൾ എൻ്റെ ഭാര്യയായി തന്നെ ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇനി ഇതറ്റം വരെ പോകാനും അതിനുവേണ്ടി ഞാൻ തയ്യാറാകും. അതെൻ്റെ വാശി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും പുതിയ നീക്കങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ സൂര്യ. പക്ഷേ ഇതേ സമയം തല കറങ്ങി വീഴുന്ന അഞ്ജലിയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായി ആളുകൾ എത്തുകയും ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് അഞ്ജലിക്ക് റെസ്റ്റാണ് വേണ്ടത് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് നടക്കട്ടെ. പക്ഷേ കുറച്ച് സമയം അഞ്ജലിക്ക് റെസ്റ്റ് ചെയ്യുന്നതിനായി അനുവദിക്കണം. എന്നാൽ മാത്രമാണ് അവൾക്ക് പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുന്നു.
ഇതേസമയം ആരാണ് ഈ വിവാഹം മുടക്കുന്നതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണമെന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് റിലേറ്റീവായ പോലീസ് ഉദ്യോഗസ്ഥൻ മുന്നിലേക്ക് വരുന്നത് സൂര്യയ്ക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.